ആഷ്മി താജ് ഇബ്രാഹിം തുടരുകയാണ്. അതിനിടയിൽ ശ്രീകുട്ടി അറിയിക്കുന്ന ഒരു യൂട്യൂബ് സന്ദേശം. സാർ, എൻ്റെ ബന്ധുക്കൾ ഉണ്ട് അവിടെ, അവർ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി, ഏതോ ബംഗ്ലാവിൽ കയറി നിൽക്കുകയാണ് അവർ, അങ്ങോട്ട് എത്താൻ വഴിയില്ല മുണ്ടക്കയിൽ എന്നാണ് പറയുന്നത്. ഒരുപാട് പ്രേക്ഷകർ ഈ മുണ്ടക്കയിലെ ഈ യഥാർത്ഥ ചിത്രം നമ്മളെ അറിയിക്കുന്നുണ്ട് യൂട്യൂബ് വഴി. വീണ്ടും ആഷ്മി താജ് ഇബ്രാഹിം ചേർന്ന് ഈ ചൂരൽമലയിലെ പാലം ഒലിച്ചു പോയതിൻ്റെ അവസ്ഥ മറ്റുള്ള പ്രദേശങ്ങളിൽ ഈ പ്രദേശവുമായി പരിചയമില്ലാത്ത ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആഷ്മി താജ് ഇബ്രാഹിം ഒന്ന് പറയും അതെങ്ങനെയാണ് ഈ പാലം പോയാലുള്ള ഈ മുണ്ടക്കയിലും ചൂരൽമല ഒറ്റപ്പെട്ട അവസ്ഥ. ആ പ്രേക്ഷക പറഞ്ഞ അത് ട്രീവാലി റിസോർട്ടാണ്, മുണ്ടക്കൈ ട്രീവാലി റിസോർട്ട്. അതിൽ 100-ലധികം ആളുകൾ ഇപ്പോൾ അവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ലെന്ന് അറിയാൻ കഴിയുന്നത് ആ റിസോർട്ടിലുള്ള ആളുകൾ മാത്രമല്ല, അവിടെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ച് ആ മേഖലയിൽ കൂടി അങ്ങോട്ടേക്ക് എത്തുന്നു. എന്തായാലും ഇതാണ് ആ മേഖലയുടെ ജിയോ മാപ്പ്. ഇവിടെ ഇവിടുന്നാണ്, അവിടെയാണ് മുണ്ടക്കൈ, അവിടുന്നാണ് കുത്തിയൊലിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇവിടെ GVHS വെള്ളാർമല സ്കൂൾ കാണാം. ഈ സ്കൂളിൻ്റെ ഒരു ഭാഗം ഒരു കെട്ടിടം ഏതാണ്ട് പൂർണ്ണമായി തന്നെ വാഷ്ഡ് ഓഫ് ആയി. അതിനുശേഷം വെള്ളം ഇങ്ങോട്ട് കുത്തിയൊലിച്ച് ഇങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ മേഖലകളിലൊക്കെയുള്ള വെള്ളാർമല, ഇവിടെ വെള്ളാർമലയുണ്ട്, ഇവിടെ ചൂരൽമല, അങ്ങനെ ഈ മേഖലയിലുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഏതാണ്ട് വാഷ്ഡ് ഓഫ് ആയി പോയി. 400-ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന മേഖല. ഇതാണ് ആ പാലം, ഇതാണ് ഈ പറയപ്പെടുന്ന പാലം. ഈ പാലം മാത്രമാണ് ഈ മേഖലയും അങ്ങോട്ടേക്ക് മുണ്ടക്കയം ബന്ധിപ്പിക്കുന്ന ഏക പാലം. ഈ പാലം മാത്രമാണ്. ഈ പാലമാണ് പൊളിഞ്ഞു പോയിരിക്കുന്നത്. ഈ പാലം പുനഃസ്ഥാപിക്കാതെ ഇതല്ലാതെ അങ്ങോട്ടേക്ക് എത്താൻ ഇവിടുന്ന് മറ്റൊരു വഴികളുമില്ലാത്ത അങ്ങേയറ്റം സങ്കടകരമായ ഒരു സാഹചര്യമുണ്ട്. ഈ പാലത്തിലേക്കാണ് ഇപ്പോൾ NDRFിൻ്റെ ഒരു ചെറുസംഘം മാത്രമാണ് എത്തിയത്. അത് നമുക്ക് ഈ മേഖലയുടെ ഒരുപക്ഷെ വ്യാപ്തി പരിശോധിച്ചാൽ ഇപ്പോൾ 10 വടം കെട്ടി ഈ പാലം കടന്നു. പാലം ഒലിച്ചുപോയി. അപ്പോൾ ഈ പാലം കടന്നു ടി സിദ്ദിഖ് MLA പറയുന്നുണ്ടായിരുന്നു. ആ 3 പേര് കടന്നത് തന്നെ വളരെ പാടുപെട്ടാണ്. അതുകൊണ്ട് അങ്ങോട്ട് ഈ സൈന്യത്തിനല്ലാതെ എന്തെങ്കിലും താൽക്കാലിക സംവിധാനങ്ങൾ എത്തിക്കാതെ ഈ മുണ്ടകൈ ഒറ്റപ്പെട്ട പ്രദേശത്തിൽ കടന്നു ചെല്ലാൻ പറ്റില്ല. ചൂരൽമലയേക്കാളും ദുസ്സഹമായ സാഹചര്യമാണ് ഇപ്പോൾ മുണ്ടകയിലുള്ളത്. ആഷ്മി, ഉറപ്പായും ഈ പാലത്തിൽ കൂടി 3 പേർക്ക് മാത്രമാണ് അകത്തെ കയറി കടക്കാൻ കഴിഞ്ഞത്. പക്ഷേ ആ 3 പേരെ കൊണ്ട് ഈ മുണ്ടക്കൈ മേഖല ഒന്നും ചെയ്യാൻ കഴിയില്ല. 400 കുടുംബങ്ങളുള്ള മേഖലയാണ്. 200 ആളുകൾ സ്റ്റാൻഡേർഡായി കിടക്കുന്നു. അവിടെ ഈ ട്രീവാലി റിസോർട്ടിലടക്കം ഒരുപാട് പേർ നിൽക്കുന്നു. അല്ലാതെ അല്പമെങ്കിലും സുരക്ഷിതമെന്ന് കരുതാൻ സ്ഥലത്ത് ഒരുപാട് നേരത്തെ ഒരു പ്രേക്ഷകൻ MLA നമ്മളോട് പറഞ്ഞതാണ്, ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മരിച്ചു കിടക്കുന്നു, ഒരു മകൻ കാലിന് മേൽ വലിയ കല്ല് കൂടി കിടക്കുന്നു, അങ്ങനെ ഒരുപാട് കിടക്കാണ്. അതുകൊണ്ട് ഈ പാലം വഴി കയറ് കെട്ടി ഇങ്ങോട്ടേക്ക് പോയ 3-അംഗ സംഘത്തിന് അവിടെ പോയി കാര്യമായി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നറിയില്ല. പക്ഷേ അവർക്ക് അങ്ങോട്ട് കടന്ന് എന്താണ് അവിടുത്തെ റിയൽ സാഹചര്യം എന്നൊരു പക്ഷേ ഫോൺ വഴി അറിയിക്കാമെന്നല്ലാതെ രക്ഷാ ദൗത്യം അവരെ കൊണ്ട് മാത്രം സാധ്യമാകുമെന്നറിയില്ല. അതിന് കാരണം അങ്ങനെ വല്ലാത്ത രീതിയിൽ ആരോഗ്യാവസ്ഥ മോശമായിരിക്കുന്ന ആൾക്കാരെ എങ്ങനെയാണ് ഈ പാലത്തിൽ, ഈ പൊളിഞ്ഞ പാലത്തിൽ കെട്ടി കയറ് വഴി ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന പ്രശ്നമുണ്ട്. മാത്രമല്ല താഴെ കൂടെ ഒഴുകുന്ന വെള്ളം അതിഭീകരമായ മലവെള്ളപ്പാച്ചിലാണ്, അതിഭീകരമായ കുത്തിയൊഴുക്കാണ്. രക്ഷാദൗത്യത്തിന് ആ ചൂരൽമലയിൽ ഈ മലവെള്ളപ്പാച്ചിലും കുത്തിയൊഴുക്കും ഉണ്ടാക്കുന്ന ശല്യം ചെറുതേ അല്ലെന്ന് പറയാം. ആകെയുള്ള പോംവഴി ഹെലികോപ്റ്റർ വരിക എന്നത് മാത്രമാണ്. ഹെലികോപ്റ്റർ എയർലിഫ്റ്റിംഗ് മാത്രമാണ്. സുലൂരിൽ നിന്നും അല്പസമയത്തിനകം ഹെലികോപ്റ്റർ പൊങ്ങുമെന്ന് പറയുമ്പോൾ പോലും അത് ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് എവിടെയാണെന്ന് ഇറങ്ങുക, മേപ്പാടി മേഖല എവിടെയാണെന്ന് ഇറങ്ങുക എന്നുള്ള പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ പാലം പോയതാണ് ഈ ദുരന്തത്തിൻ്റെ യഥാർത്ഥ പ്രതിസന്ധി. അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. അട്ടമല മുണ്ടക്കൈ മേഖല ഏതാണ്ട് പൂർണ്ണമായി ഒറ്റപ്പെട്ട് കിടപ്പാണ്.